കാരണം ആ ഫ്രൈ ചെയ്ത പിന്നെ സവോള ഇട്ടുണ്ടാക്കുന്നതിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്, അത് കിട്ടും. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കാം. അതേ മക്കളെ പുതിയ കുപ്പിയൊക്കെ വാങ്ങിച്ചിരിക്കുക റയാൻ തന്നു. ചിക്കൻ റെഡി അല്ലേ? ചിക്കൻ റെഡി. ചിക്കൻ റെഡി അല്ല, നമ്മൾ വീഡിയോക്ക് റെഡി അല്ലേ? എന്തുവാടാ? ചിക്കൻ ചുക്ക. ചിക്കൻ ചുക്ക. നമ്മളെ ഇവിടെ ഉള്ള പരിപാടിയല്ല മോനെ, ഇത് നോർത്ത് ഇന്ത്യൻകാരുടെ പരിപാടി. തമിഴ്നാട്ടുകാരാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടുകാരാണെന്ന് തോന്നുന്നു ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് റയാൻ പറയാനായിട്ട് ഒരു സാഹചര്യവും മനസ്സിലാവുന്നുണ്ടല്ലേ? പറയാനായിട്ടുള്ള ഒരു സാഹചര്യവും അമ്മ കൊടുക്കത്തില്ല. എന്താ ചിക്കൻ്റെ വെക്കാൻ പോണ? ചിക്കൻ ഇന്ന് മമ്മി ഒരു പുതിയ ഐറ്റംസ് ആയിട്ടാണ് അറിയിക്കുന്നത്. പേരെന്തുവാ പറയടാ ത്തോണ്ടിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളെ റയാൻ ഒരു മാജിക് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇതിന്റെ അകത്ത് ഇടുന്നതിന് മുമ്പ് മമ്മിക്ക് ഒരു പാട്ട് വരുന്നു. കുനുകുന കുനു 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 കുനുകുന കുനു 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 കുന. അതിന്റെ ടൂൺ എനിക്ക് അങ്ങോട്ട് വലിയതായിട്ട് കിട്ടുന്നില്ല കേട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞങ്ങ് നിർത്തുവാണേ. നമ്മള് ഇത് കഴിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം, നമ്മുടെ അകത്തുള്ള പരിപാടി സാധാ ഒരു ചിക്കൻ റൈസ് അല്ല ഇത്. ഇതൊരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ഗൈസ് വെൽക്കം ടു അനദർ വീഡിയോ. നമ്മുടെ പുതിയൊരു പ്രിപ്പറേഷൻ വീഡിയോ ആണ്. ചിക്കൻ്റെ ഒരു ഐറ്റം ആണ്. എന്താ ചിക്കൻ്റെ വെക്കാൻ പോണ? ചിക്കൻ ഇന്ന് മമ്മി ഒരു പുതിയ ഐറ്റംസ് ആയിട്ടാണ് അറിയിക്കുന്നത്. പേരെന്തുവാ പറയടാ? ചിക്കൻ ചുക്ക. ചിക്കൻ ചുക്ക. അപ്പൊ ചിക്കൻ ചുക്കയും ഗീ റൈസും ആണ്. അപ്പൊ ഗീ റൈസ് വെക്കുന്ന വീഡിയോ കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ചിക്കൻ ചുക്ക വെക്കുന്ന വീഡിയോ കാണിച്ചുതരാം. അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ഇപ്പോ ചിക്കൻ ചുക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് സവോള വറുക്കാനുണ്ട്. സവോള ആണ് ഇവന്റെ മെയിൻ പരിപാടി. അപ്പൊ നമുക്ക് സ്റ്റൗ കത്തിച്ച് വറുക്കാനുള്ള ചട്ടി എടുത്ത് അടപ്പയിലോട്ട് വെക്കാം. ഇത് നല്ലപോലെ പഴുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള പരിപാടി സാധാ ഒരു ചിക്കൻ റൈസ് അല്ല ഇത്. ഇതൊരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ചിക്കൻ പരിപാടിയാ. അതിന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് സവോള നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയെ 4 സവോളയുണ്ട്. ഇതിനെ നമുക്ക് നല്ലപോലെ വറുത്ത് കോരിയിട്ടാണ് അടുത്ത പരിപാടി കാണിച്ചു തരുന്നത്. എല്ലാവരും ഇത് കാണുക, മമ്മിക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈട്ടനും കൂടി ഒന്ന് തരണേ മക്കളെ. പല പല സാധനങ്ങൾ തരാനുണ്ട്, ആരും തരുന്നില്ല. അതിനൊക്കെ പിടിച്ച് ഇതിന് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുക. അതേ മക്കളെ പുതിയ കുപ്പിയൊക്കെ വാങ്ങിച്ചെനിക്ക് റയാൻ തന്നു. ഞാനിന്ന് പുതിയ കുപ്പിയിടത്താണ് എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഇന്നത്തെ പുതിയ പരിപാടി. ഇതൊക്കെ പഴയ അമ്മമാർക്ക് വല്ലതും പറ്റിയ പരിപാടികൾ വല്ലതും ആണോ മക്കളെ? ഞങ്ങളങ്ങോട്ട് പോയി കുപ്പിയിലും ഗ്ലാസ്സിലും ഒക്കെ എണ്ണ മേടിച്ചോണ്ട് വന്ന് അങ്ങോട്ട് ഒഴിച്ച്, ഇതൊക്കെ പുതിയ പുതിയ കാലം. പറഞ്ഞിട്ട് എന്താ? ചിക്കൻ ചുക്കായുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ സവോള ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഗാർണിഷ് ചെയ്യാൻ എടുക്കത്തില്ല, അതുപോലെ സവോള എണ്ണയിലിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം ആദ്യം. അതിനാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഏകദേശം നമ്മുടെ എണ്ണ നല്ലപോലെ പഴുത്തിട്ടുണ്ടേ. അപ്പൊ നമുക്കിത് വറുത്ത് കോരി എടുക്കാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. കുറച്ച് വറുത്ത് 2 പ്രാവശ്യമായിട്ട് വറുക്കാം. ഇതെനിക്ക് ചോറിനും കൂടി ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുക്കും. അപ്പോൾ വറുക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് വറുത്തേക്കാം. ഒരു ഗോൾഡൻ കളറായിട്ട് ഇവനങ്ങ് മൊരിഞ്ഞ് വരട്ടെ. ഇടയ്ക്ക് നമ്മൾ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കണം. പിന്നെ കുറച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളെ റയാൻ ഒരു മാജിക് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഒരു മാജിക് കാണിക്കാൻ പോകുന്നു. നല്ല നൈസ് പാത്രം ചേച്ചി ഇവിടെ വാങ്ങിച്ചു വെച്ചിരുന്നു. ഞാൻ ഇന്നാണ് കാണുന്നത്. അതായത് ഇങ്ങനെ എണ്ണയിൽ വറുത്ത് കോരാനായിട്ട് കോരി വെക്കാനായിട്ടുള്ള പാത്രം. ഇതാ അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇതിന്റെ ആണ്. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് എണ്ണയിൽ വറുത്ത് ഉള്ള സാധനങ്ങൾ കോരി വെക്കാം. അങ്ങനെ നമ്മുടെ സവോള ഇവിടെ വാടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആദ്യത്തെ സവോള വറുത്ത് കോരി മാറ്റി വെച്ച് 2ാം സെഷൻ ഇതിൻ്റെ അകത്തോട്ട് ഇടുവാണ്. ഇതിൻ്റെ അകത്ത് ഇടുന്നതിന് മുമ്പ് മമ്മിക്ക് ഒരു പാട്ട് വരുന്നു. കുനുകുന കുനു 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 കുനുകുന കുനു 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 കുന. അതിന്റെ ടൂൺ എനിക്ക് അങ്ങോട്ട് വലിയതായിട്ട് കിട്ടുന്നില്ല കേട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞങ്ങ് നിർത്തുവാണ്. എല്ലാരും ഇത് ഏറ്റെടുക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പാട്ട് പാടി വൈറലാകാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വൈറലാക്കണം കേട്ടോ. ഇതുണ്ട, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇങ്ങനെ എണ്ണ ഉള്ള ഐറ്റം വെക്കുമ്പോൾ കണ്ട എണ്ണ താഴത്തോട്ട് ഇറ്റിട്ട് വീണോളൂ. അതൊരു പ്ലേറ്റിൻ്റെ പുറത്ത് വെക്കുമ്പോൾ കറക്റ്റ് ആ പ്ലേറ്റിൽ വീണ് കിടക്കും. അതാണ് ഇതിൻ്റെ ഉപയോഗം. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ കമൻറ്റ് ബോക്സിലോ തരാം. ചേച്ചിയോട് ചോദിക്കണം. പണ്ടങ്ങനെ വാങ്ങിച്ചത്, പക്ഷെ കൊള്ളാമല്ലോ, നല്ല ഐറ്റം. നല്ല ഐറ്റം, നല്ല താമര പോലെ വിടർന്നിരിക്കുന്നു. അപ്പം
എനിക്ക് പറ്റിയതാ. അപ്പൊ മക്കളെ, കഴിഞ്ഞ ദിവസം എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടായിരുന്നാ? മമ്മിയുടെ ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല. ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല. എല്ലാവരും എന്റെ ഡിസ്ക്രിപ്ഷനിൽ കയറി ആ ബർത്ത്ഡേ വീഡിയോ കാണണം കേട്ടാ. ഡിസ്ക്രിപ്ഷൻ എന്താ ഉദ്ദേശം? ഇത്രയൊക്കെ ഉദ്ദേശിക്കാനേ മമ്മിക്ക് അറിയാവുള്ളൂ. മമ്മിയുടെ ഉദ്ദേശങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നു. നിങ്ങൾ അത് ഹൃദയത്തോടെ ഏറ്റെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിക്കൻ റെഡിയല്ലേ? ചിക്കൻ റെഡി. ചിക്കൻ റെഡിയല്ല, നമ്മൾ വീഡിയോക്ക് റെഡിയല്ലേ? ഓക്കെ. അപ്പം ചിക്കൻ ചുക്ക റെഡിയാക്കാനായിട്ട് മസാല പുരട്ടി വെക്കുന്ന പരിപാടിയാണ് ചെയ്യാൻ പോണം. കാണിച്ചു ആദ്യമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് കരിയാപ്പില ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നു. മുളക് പൊടി, ഇത് 2 സൈസ് മുളകും കൂടി ഞാൻ പൊടിച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ 1 സ്പൂൺ, 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയുടെ സ്പൂൺ ചെറുതാണ് കേട്ടോ. അതെ, ഞാൻ 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം മമ്മിയുടെ ഒരു കണക്കാണ്, കൈക്കണക്കാണ്. മമ്മി ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നൊരു സാധനമാണെങ്കിലും ഈ അമ്മമാർക്ക് ഒരു കൈക്കണക്കുണ്ട് മക്കളെ. ആ കൈക്കണക്കനുസരിച്ചാണ് ഏത് യൂട്യൂബിൽ കണ്ട് എന്തെന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു കൈക്കണക്കുണ്ട്. ഇതേ മഞ്ഞൾപ്പൊടി. എന്താ ഐറ്റത്തിന്റെ പേര്? ഐറ്റത്തിന്റെ പേരാണ് എന്തുവാടാ? ചിക്കൻ ചുക്ക. ചിക്കൻ ചുക്ക. നമ്മളെ ഇവിടെയുള്ള പരിപാടിയല്ല മോനെ, ഇത് നോർത്ത് ഇന്ത്യൻകാരുടെ പരിപാടിയാണ്. തമിഴ്നാട്ടുകാരാണെന്ന് തോന്നുന്നു ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തോട്ട് കുരുമുളക് പൊടി ചേർക്കാം. ഇത് നമ്മുടെ തമിഴ്നാട്ടുകാരുടെ പരിപാടിയാണ്. നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്ത് കഴിച്ചു നോക്കണ്ടേ. അപ്പൊ 1.5 സ്പൂൺ കുരുമുളക് പൊടി അതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗരം മസാല. അവനെ നമുക്ക് മണത്തിനും സ്മെല്ലിനും എല്ലാത്തിനും കൂടി ചേർത്ത് സ്മെല്ല് എല്ലാ ഈ അക്ഷരപ്പശകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അത് നമ്മുടെ കൂടപ്പുറപ്പ്. അതിന് കൈയടത്താൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല. സ്പെഷ്യൽ ഒരു സാധനം ഇതിന്റെ പേര് പറയും. ഇതാണ് സ്പെഷ്യലായിട്ട് നമ്മള് പെരിഞ്ജീരകം പൊടിച്ചു വെച്ചതാണ് സ്പെഷ്യൽ. ഇതിന്റെ അത് സ്പൂണും വേണ്ട. അതിൻ്റെ അകത്തുനിന്ന് 1 സ്പൂൺ എടുക്കണം. അതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ നമ്മൾ ജീരകം പൊടിച്ച് വെച്ചതാണ്. ഇതാണ് ഇവന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടൊരു ടേസ്റ്റ് കൊടുക്കുന്ന സാധനം ഇതാന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് മതി നമുക്ക്. നമ്മൾ തമിഴ്നാട്ടുകാരുടെ കണ്ടുപിടിച്ചതല്ലേ, അപ്പോൾ നമുക്കതൊക്കെ കുറച്ച് ചേർക്കാം. 1 സ്പൂൺ ഇട്ടാ? 1 സ്പൂൺ ഇട്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകുന്നത് തൈര്. അത് തൈര് തമിഴുകാരുടെ കണ്ടുപിടുത്തമൊന്നുമല്ല. ചിക്കനൊക്കെ ഇത്തിരി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ തൈരൊക്കെ ചേർക്കാറുണ്ട്. ഇനി ഒത്തിരി ഉപ്പ് പൊടി എല്ലാം അങ്ങോട്ട് തമിഴുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് എൻ്റെതും അപ്പോൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിനൊക്കെ ചേർത്താൽ മതിയേ. നമ്മൾ ഉപ്പെന്ന് പറഞ്ഞ സാധനം എപ്പോഴും കണ്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഉപ്പിനെ അങ്ങോട്ട് മാറ്റി വെക്ക്. ഇനി നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട താമര ഇലയിടാത്തിരിക്കുന്ന നമ്മുടെ വറുത്ത സവോള. ഇവനാണ് നമുക്ക് മാറ്റി കൂട്ടുന്നത്. നമ്മൾ ഇവനെ അങ്ങോട്ടെടുത്ത് വിതറിയിട്ട് എന്ത് ഭംഗി. ഞാൻ ഒരു വട്ടം പാടിയതാണ്. ഇനി എന്നെ കൊണ്ട് പാടിക്കല്ലേ മക്കളെ. പുതിയ പാട്ടൊക്കെ പഠിക്കാം. അതെ, ഇനി പുതിയ പാട്ടൊക്കെ പഠിക്കണം. പാട്ടിലൂടെ വേണം. ഒളിച്ചു നിൽക്കുന്നത് എന്തിനാണ്? ഇവിടെ നിന്ന് കണ്ടാൽ കുറെ നേരം അതിനിടെ കിടന്നു പെടുന്നു. ഒളിച്ചു നിൽക്കാതെ കടന്നു വരൂ മക്കളെ, കടന്നു വരൂ. അപ്പൊ ഇതാണ് സവോള. അപ്പൊ സവോളയെ നമ്മൾ ഇട്ട് ഇനി നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഇവനെ അങ്ങോട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. കൈ കൊണ്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് റയാന് പറയാനായിട്ട് ഒരു സാഹചര്യവും കൊടുക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടല്ലേ? പറയാനായിട്ടുള്ള ഒരു സാഹചര്യവും അമ്മ കൊടുക്കത്തില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ്റെ ഡിഷാണ് ചിക്കൻ ചുക്ക. കാരണം സവോള വറുക്കുന്നൊരു താമസം മാത്രമേ ഉള്ളൂ. അത് വറുത്ത് പൊടികളായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് ആണ്. പിന്നെ വേവിച്ചെടുത്താൽ മതി, വേറെ ഒരു പരിപാടിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നു മമ്മി ഉണ്ടാക്കുന്നത്, നോക്കണ്ടാവും. ഇപ്പോൾ നമ്മൾ തട്ടിപ്പൊത്തി എല്ലാത്തിനെയും വെച്ചിട്ടുണ്ട്. പക്ഷെ പറയുന്ന പോലെ അല്ല കേട്ടോ മക്കളെ, നല്ല ഒരു മണവും നല്ല ഒരു സ്മെല്ലും ഒക്കെ അടിക്കുന്നുണ്ട്. നല്ല മണം ഇടാം, നല്ലൊരു മണം. സ്പെഷ്യൽ മസാലയുടെ ഒരു മണം. അപ്പൊ ഇത് അടച്ച് 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റിന് വെക്കണം. അപ്പോഴേ ഈ മസാല നല്ലപോലെ ചിക്കനിലൊക്കെ പിടിക്കത്തുള്ളൂ. അടച്ചോ.
അപ്പൊ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്തത് ചോറിന്റെ പരിപാടിയായി. ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ നെയ്ച്ചോറ് വെക്കുന്നുണ്ട്. അപ്പൊ ആ നെയ്ച്ചോറിന്റെ പരിപാടിയിലേക്ക് മമ്മി കടക്കാൻ പോവുക. എന്താ തുടങ്ങല്ലേ അമ്മി? തുടങ്ങാം. എടുത്തോ. അപ്പൊ നമ്മുടെ ഏകദേശം നമ്മൾ എത്ര അരമണിക്കൂർ വെച്ചു. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഞാൻ പിന്നെ നമ്മുടെ സവോള വാട്ടിയ എണ്ണയില്ലേ, വറുത്ത എണ്ണയില്ലേ, അത് തന്നെ ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. അത് നമുക്ക് 1.5 സ്പൂണോളം എണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഇത്ര എണ്ണ ഒഴിക്കുന്നത്. മസാലയൊക്കെ ഇടേ മമ്മി ദേ എന്നും മമ്മി പാത്രത്തിൽ നിന്ന് വറുക്കുന്ന ആളാണ്. ഞാൻ ദേ 2-3 പിന്നെ കറുവാപ്പട്ട, നമ്മുടെ കമ്പല് പോലത്തെ സാധനം, പിന്നെ ഏലക്ക, പിന്നെ ആ പൂവത്തെ ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോവുകയാണേ. ഇപ്പം മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കരിയാപ്പിലയുടെ അകത്തോട്ടിടാം. കരിയാപ്പിലയുടെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നു. അത് പിള്ളേർ കഴുകിയൊക്കെ വെച്ചിരുന്നതാണ്, പക്ഷെ കുടഞ്ഞില്ല മക്കൾ. ഞാൻ 2 പച്ചമുളക് അതും ഇതിൻ്റെ അകത്തോട്ട്. ഇന്ന് എല്ലാത്തിൻ്റെ അകത്തും അല്പം വെള്ളമുണ്ട്. മൊത്തം പൊട്ടിത്തെറിയാണ്. അങ്ങനെ എൻ്റെ മക്കളെ ഒന്നും പറയണ്ട. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചേർക്കേണ്ടത് 2 തക്കാളി അരിഞ്ഞ് കുനുകുന വെച്ചിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാം ഇപ്പം കുനുകുനായാണ്. നമ്മൾ സവോള കുനുകുന, തക്കാളി കുനുകുന. നമുക്കിവനെ മൊത്തം വെള്ളത്തിൻ്റെ പരിപാടി. ഇന്ന് മൊത്തം വെള്ളത്തിൻ്റെ പരിപാടി. എനിക്ക് എടുക്കട്ടെ, പറഞ്ഞോ. നമുക്ക് നമ്മൾ പെരട്ടിയതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തക്കാളി വാട്ടുന്നതിൻ്റെ അകത്തും കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് പോരാ നോക്കിയിട്ട് ചേർക്കാം. എല്ലാം കുറേശ്ശെ പോരാത്തത് നമുക്ക് നോക്കിയാൽ എല്ലാ വാക്കുകളും പകുതി. പോരാത്തത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് പോവാം. തക്കാളി നല്ലപോലെ വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നേരത്തെ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെ എടുത്ത് നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെ ഈ ചിക്കനെ ഇതിൻ്റെ അകത്തോട്ട് തീയൊന്ന് കുറച്ചിരിക്കുവാണല്ലേ. നമ്മുടെ ഗ്രേവിയൊക്കെ ഇതിൻ്റെ അകത്തോട്ട് നല്ല സെറ്റായി. ഇപ്പം അരമണിക്കൂർ ഇരുന്നപ്പോഴേ നല്ലപോലെ സെറ്റ് പിടിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൻ്റെ അകത്തുനിന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കാം. അവിടെ ഇരിക്കട്ടെ. നമുക്കിവൻ്റെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറു തീയോടെ നമുക്കിവനെ കുറച്ച് നേരം മൂടി വെക്കാം. മൂടി വെച്ചാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവനെ നോക്കണം കേട്ടോ. നമ്മളിങ്ങനെ മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഒന്ന് നോക്കണം. തുറന്ന് നോക്കാം മക്കളെ. നമുക്ക് എന്തായെന്ന് നോക്കാം. വെള്ളം കുറച്ചും കൂടിയൊക്കെ പറ്റാനുണ്ടോ പരുവത്തിലിരിക്കുമോ. നമുക്ക് ഇതിനെ ഒന്ന് നൈസാക്കി ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചായിരുന്നു. അത് മക്കൾ വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് വെള്ളം അടിക്ക് പിടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ സെറ്റാക്കി വെച്ചായിരുന്നു. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് ലെവലാക്കി എടുക്കാം. കുറച്ചും കൂടി ഇതാകാനുണ്ട്. ചിക്കൻ്റെ വെള്ളം ആയിട്ട് പറഞ്ഞു. അതാണ് ചിക്കൻ ചുക്കാല്ല. അതാണ് നല്ല വെള്ളമൊന്നും ഇല്ലാത്ത രീതി പറഞ്ഞു. വെള്ളം കംപ്ലീറ്റ് പറ്റണം. പിന്നെ മമ്മി വെച്ചിരിക്കുന്ന ചട്ടി എന്ന് പറഞ്ഞാൽ സാധാ ഇരുമ്പ് ചെയ്യുന്ന ചട്ടിയൊന്നുമല്ല, ഒരു ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലാണ് മമ്മി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ അപ്പോൾ എന്താ ഇപ്പോൾ തീയൊക്കെ കൂടാനൊക്കെ സാധ്യതയുള്ളപ്പോഴേ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. മറ്റേ എന്തുവാ മറ്റേ ചട്ടി നോൺ സ്റ്റിക്കിന് അതിലൊക്കെ ആണെങ്കിൽ കുറച്ച് പിന്നെ അടുക്കി പിടിക്കത്തില്ല. അപ്പം നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടത് ശരിക്കും ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ ആദ്യം കുക്കായി കഴിഞ്ഞിട്ടാണ് പിന്നെ വേവാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുത്തത്. നമ്മുടെ ചട്ടിയിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തല്ലേ. അതെ. പിന്നെ ഇത് പിന്നെ നമ്മൾ ചെയ്യാത്തൊരു പരിപാടിയാണ്. അപ്പം നമ്മളത് ചെയ്ത് ഇനി അത് നമുക്ക് ഇനിയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ കോൺസെൻട്രേഷൻ ഇതിൽ കൊടുത്തിരിക്കുക. പുള്ളിക്കാര് ഭയങ്കര ഇതെങ്ങനെയെങ്കിലും ഒന്ന് മെയിൻ ആക്കി എടുക്കണം, എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ മുഴുക്ക ഇവനെ കൊടുത്തിരിക്കുക. അപ്പൊ എന്നാലും എനിക്ക് പറയാനുണ്ട് മക്കളെ, മറ്റേ സബ്സ്ക്രൈബ് തരണം, ലൈക്ക് തരണം, പിന്നെ ബെല്ലേക്ക് തരണം, ഷെയർ ചെയ്യണം. അയ്യോ വിരലടയാളം മക്കളെ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടിരിക്കുന്നത് എന്താണെന്നറിയാവാ. എൻ്റെ മക്കള്
പ്രേക്ഷകരൊക്കെ ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും കാണുമ്പോൾ ഇതൊക്കെ ചെയ്യണം കേട്ടാ. അപ്പോഴാണ് മമ്മിക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നത് കേട്ടാ. മക്കളെല്ലാവരും ചെയ്തു തരത്തില്ലേ? അപ്പൊ അടുത്ത വീഡിയോയിൽ നല്ല ഉന്മേഷത്തോടെ വരും. അല്ലെങ്കിൽ മമ്മി തളർന്നു പോവടാ. മമ്മി തളരരുത്, അവൻ കുട്ടി തളരും. ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്, ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാല്ലേ? ഇനി അടുത്തത് നമ്മൾക്ക് കഴിക്കുന്ന പരിപാടിയിലേക്ക് കടക്കുവാണ് മക്കളെ. നേരം ഞാൻ ഇനി കഴിക്കാനായിട്ട് വിളമ്പാൻ. നോക്കൂ ക്യാമറമാൻ, നമ്മുടെ റൈസ് ഇരിക്കുന്നുണ്ടോ? നമ്മുടെ ചിക്കൻ ചുക്ക ഇരിക്കുന്നുണ്ടോ? ചിക്കൻ ചുക്കാനെ വരൂ, നമുക്ക് കഴിക്കാം. അപ്പോ ഗീ റൈസ് ആണ്. നല്ല രീതിയിൽ നെയ്യൊക്കെ ഒഴിച്ചാൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജീരകശാല അരിയുടെ റൈസാണ് മമ്മി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതും ചിക്കൻ ചിക്കാരും കൂടി ഒരു പിടിയുണ്ടെന്ന്. മക്കളെ ഞാനൊന്ന് റെഡിയാക്കട്ടെ. വലിയ താല്പര്യമൊന്നുമില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ അവൻ പിറക്കി എനിക്ക് തരും. ഞാനായിരിക്കും കഴിച്ച് വണ്ണം വെച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ ചിക്കൻ ചുക്ക. നമ്മൾ ഫൈനലായിട്ടും പേര് പഠിച്ചില്ല. കറി ഫൈനലായി. ചിക്കൻ ചുക്കാനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഒരു ചിക്കൻ പീസ്, ഇത്തിരി ഗ്രേവി. ഒരു പീസും കൂടെ വെച്ചോ? ഒരു പീസും കൂടി കൊടുക്കാം അല്ലേ? ചെയ്യാനല്ലേ, ഇരിക്കട്ടെ. നീ ഇവൻ കഴിച്ചിട്ട് എൻ്റെ ചിക്കൻ ചുക്കാനെ പറ്റി പറയൂ. നമ്മുടെ സ്പോട്ടിലോട്ട് പോവാം. ചിക്കൻ ചുക്ക വിത്ത് ഗീ റൈസ്. അത് ഇറക്കുന്നു. അപ്പം ഗൈസ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഗീ റൈസും ചിക്കൻ ചുക്ക. ഇത് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ആ മസാല ഇട്ടപ്പം ഒന്നും തോന്നിയില്ല. പക്ഷെ കറി വെച്ചപ്പം നല്ല ഭയങ്കര മസാലയായി. ഇട്ടപ്പം നമ്മൾ ഓർത്ത് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. സവോള എല്ലാം കൂടി വറുത്തതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് പെരട്ടിയപ്പോൾ നമുക്ക് അത്ര വലിയ ഇത് തോന്നിയില്ല. പക്ഷെ അവനങ്ങോട്ട് റെഡിയായി വന്നപ്പോഴുണ്ടല്ല, സവോള നല്ല ഗ്രേവിയായി വരത്തില്ലേ? അതാണ് സംഭവിച്ചത്. നല്ല ഗ്രേവിയായി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തിളച്ച പൊടിയിലുള്ളതായതുകൊണ്ട് നല്ല ചൂടോടെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെയൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ചൂടോടെയൊക്കെ കഴിക്കണം. പിള്ളേർക്ക് ചൂടെന്ന് പറയുമ്പോൾ അരികിനൂടി പോയാൽ മതി. നമ്മളൊക്കെയാണ് ചൂടോടെ കടിച്ചു പറിച്ച്. നല്ല ചൂടുണ്ട്, എനിക്ക് പറ്റുന്നില്ല. മമ്മീനെ കൊണ്ട് കിളി എടുപ്പിക്കുക. സമയമില്ല വീഡിയോ അതിൻ്റെ ചെയ്യാനുള്ള ലൈറ്റ് പോകുന്ന കാര്യങ്ങളെല്ലാം ചൂടേ കഴിക്കും മക്കളെ, കഴിക്കും. അപ്പോഴത്തെ ചിക്കൻ ഇവിടെ കുറച്ചെടുത്ത് റൈസോട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ഗൈസ്. ഇതിനകത്തൊരു ഏലക്ക പെട്ടിട്ടുണ്ട്. കടിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. കഴിക്കട്ടെ ഗൈസ്. അപ്പം എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആലോചനയില് അല്ല, നമ്മളെപ്പോഴും കഴിക്കുന്ന കറിയുടെ ടേസ്റ്റ് അല്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചടിക്കുന്ന ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ്. വ്യത്യസ്തമായ ടേസ്റ്റ്. വ്യത്യസ്തമാമൊരു ബാലനാം മോനെ. ഒരു വാക്ക് കൊടുത്താൽ മതി, അതിൽ പിടിച്ച് കറി അങ്ങ് കയറിക്കോളും. അപ്പം എന്തായാലും കൊള്ളാമേ. എല്ലാവരും ട്രൈ ചെയ്യാം. ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷും കൂടെയാണ്. സമയമൊന്നും വേണ്ട, എല്ലാം മിക്സ് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. മമ്മിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. മമ്മിയും കാരണം ഫ്രൈ ചെയ്ത പിന്നെ സവോള ഇട്ടുണ്ടാക്കുന്നതിൻ്റെ ഒരു ഫ്ലേവറുണ്ട്, അത് കിട്ടുന്നുണ്ട്. നമ്മള് ഇത് കഴിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം. നമ്മൾ വലിയ ഹോട്ടലിൽ കയറത്തില്ലേ, ഫേമസ് ആയിട്ടുള്ള, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റ്. ഇത്രയും വരെ ഞാൻ എന്തുവായി വെച്ചിരിക്കുന്നത്. നോർമൽ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഇല്ല, നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഒരു കറിയുടെ ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വെച്ച് വെച്ചിരിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ചിക്കൻ ചുക്ക. ഓക്കെ.